മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയ ആകെ ഇപ്പോഴുള്ളത്. സംസ്ഥാനം മഴക്കെടുതിയിൽ രൂക്ഷ പ്രതിസന്ധി നേരിടുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊന്നാനിയിൽ മുസ്ലിം ലീഗ് നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്തതിൽ തുടങ്ങിയ വിമർശനമാണ്. മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പാടില്ലെന്നോ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നോ ഉണ്ടോ എന്നൊക്കെ തിരിച്ചു ചോദിച്ചാണ് കോൺഗ്രസുകാർ ഇതിനെ നേരിട്ടത്. അതിൽ നമുക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം കൊച്ചിയിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനാണ് പോയത്. ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നില്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? സംസ്ഥാനം മഴക്കെടുതിയിൽ രൂക്ഷ പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് പോകുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? ഇതോടൊപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാൻ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതും സതീശനെതിരെ ട്രോളായിരിക്കുകയാണ്. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നും സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ തുടക്കം മികച്ചതാണ് എന്നും ജനത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുമൊക്കെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ സതീശൻ്റെ ഇപ്പോഴത്തെ PM ശ്രീയിലെ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചു കളഞ്ഞില്ലേ? CPM-ന് ആയുധം കയ്യിൽ കൊണ്ട് കൊടുത്ത പോലെയായില്ലേ കാര്യങ്ങൾ? സതീശൻ്റെ വീഴ്ചകൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയാക്കിയിട്ടുമുണ്ട്. താങ്കൾ എങ്ങനെയാണ് സതീശൻ്റെ ഈ മലക്കം മറിച്ചിലുകളെയൊക്കെ നോക്കിക്കാണുന്നത്? ന്യായമായ ചില ചോദ്യങ്ങൾ, അന്യായമായ വിമർശനങ്ങൾ, ഇത് രണ്ടിൻ്റെയും മധ്യേയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. വി.ഡി. സതീശൻ എന്ന ജനകീയ മുഖ്യമന്ത്രി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജനകീയ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട്, ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ പോലും തീരുമാനത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ പൊതുജന ശക്തി വി.ഡി. സതീശൻ്റെ പിന്നിൽ അണിനിരന്നു. അങ്ങനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തി നിന്ന ആളാണ് ശ്രീ വി.ഡി. സതീശൻ. അപ്പം അദ്ദേഹം ചില വിഷയങ്ങളിലെങ്കിലും ടേൺ അടിക്കില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തിലായിരുന്നു ജനം. കാരണം അത്രയ്ക്ക് ആർജവമുള്ള നിലപാടുകളായിരുന്നു മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ താൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് എടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷം ചില കാര്യങ്ങളിൽ മാതൃക കാട്ടി. കാരണം ചെലവ് ചുരുക്കിക്കൊണ്ട് തൻ്റെ തന്നെ വാഹന വ്യൂഹത്തിൻ്റെ എണ്ണം ക്രമീകരിച്ച് കേവലം 3 വാഹനങ്ങൾ മാത്രം മതി, എസ്കോട്ടും പൈലറ്റും മാത്രം, ഓരോ വണ്ടികൾ താൻ നടുക്കുള്ള മുഖ്യമന്ത്രിയുടെ കാറിൽ അത് മതി. വലിയ വാഹന വ്യൂഹത്തിൽ യാത്ര ചെയ്തിരുന്ന ശ്രീ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ രീതികളിൽ നിന്നും താൻ വ്യത്യസ്തനാണ്. അതുപോലെ അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ യുക്തിസഹമായ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ നിയമനങ്ങൾ വന്നപ്പോൾ ലേശം അസംതൃപ്തി ഉണ്ടായി. സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് തന്നെ അസംതൃപ്തി ഉണ്ടായി. അറ്റോർണിമാരുടെ നിയമനം, ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ നിയമനം എന്ന് വേണ്ട അദ്ദേഹത്തിൻ്റെ പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിലെ നിയമനങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ വിമർശനങ്ങളാണ് വിളിച്ചു വരുത്തിയത്. പക്ഷെ അവിടെയും ഒരു നയമാറ്റത്തിൻ്റെ സൂചന കാണാനില്ല. പക്ഷെ PM ശ്രീ വിഷയത്തിൽ എടുത്ത അട്ടിച്ച യൂട്ടേൺ അത് പല പുരികങ്ങളും ചുളിക്കാൻ പര്യാപ്തമായിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വി.ഡി. സതീശന് നേരെ വന്ന 3 കൂരമ്പുകൾ, കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച 3 നിർണായകമായ സംഭവങ്ങൾ, അതിൻ്റെ പൊരുൾ തിരിച്ച് കതിരും പതിരും തിരിച്ചെടുക്കുകയാണ് ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഉദ്ദേശം. 3 കാര്യങ്ങൾ അത് ആദ്യം ബ്രീഫായി ഒന്ന് സൂചിപ്പിക്കട്ടെ. അത് പ്രേക്ഷകർക്ക് ഈ മാധ്യമങ്ങളിലൂടെ ഓൾറെഡി അറിഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് ഒരു സഞ്ചാരം, അതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ദുരന്തം സംഭവിക്കുമ്പോൾ എപ്പോഴും മുന്നിൽ നിൽക്കേണ്ടതുണ്ടോ? PR വർക്കിലൂടെ താനാണ് എല്ലാം നിയന്ത്രിച്ചു നിർത്തുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കേണ്ടതുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി കരുതിയത്. അങ്ങനെയാണ് 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും 2021 സമയത്ത് ഉണ്ടായ വലിയ നാച്ചുറൽ ഡിസാസ്റ്റർ, അവിടെ കോവിഡ് ദുരന്തം, ആ സമയത്തും മുന്നിൽ നിൽക്കുന്ന പ്രതീതി ഉണ്ടായത്. ആദ്യം ആരോഗ്യമന്ത്രി മുന്നിൽ നിന്നു, മാധ്യമങ്ങളെ കണ്ടു, അവർ വലിയ ക്രെഡിറ്റ് കൊണ്ട് പോകുന്നു എന്ന് തോന്നിയപ്പോഴാവണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ നേരിട്ട് മാധ്യമങ്ങളെ എല്ലാ ദിവസവും പ്രൈം ടൈമിൽ 6 മണി മുതൽ 7 മണി വരെ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ
മാധ്യമങ്ങൾ വന്ന മുഖ്യധാര മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് സംവദിച്ചിരുന്നത് ഓർമ്മിക്കുമല്ലോ. അതിൽ നിന്നും മാറി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫായ വി ഡി സതീശൻ എവിടെ? ദുരന്തം സംഭവിച്ചപ്പോൾ ഇപ്പോൾ കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പല ജില്ലകളിലും നദികൾ ക്രമാതീതമായ ഒരു ഹൈറ്റിലാണ് ഒഴുകുന്നത്. വെള്ളപ്പൊക്കം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇനി കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്രയും കേരളം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി എവിടെ? മുഖ്യമന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു? ഇതാണ് ചോദ്യം. അങ്ങനെയാണ് 3 ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ സന്ദർശനം സംഭവിച്ചത് 31-ാം തീയതിയാണ്. അതായത് വെള്ളപ്പൊക്കം 30-ാം തീയതി രാത്രി തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ ലാഞ്ചനകളുണ്ടായി. 31-ന് കേരളം വലിയ രീതിയിൽ മധ്യ തിരുവിതാംകൂർ മേഖല, ഏതാണ്ട് തിരുവല്ല, ചെങ്ങന്നൂർ, റാന്നി, പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗങ്ങൾ, വെണ്ണിക്കുളം, മല്ലപ്പള്ളി, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, ആറന്മുള ഭാഗങ്ങൾ വലിയ തോതിൽ വെള്ളത്തിനടിയിലായി. അപ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു യന്ത്രമാണ്, ഉപകരണമാണ്, വാഹനമാണ്, വിമാനമാണ്, ഹെലികോപ്റ്ററാണ്. ഇത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അമ്മായി അപ്പനെ കാണാൻ ആലുവയിലേക്ക് പോകാൻ എറണാകുളം വരെ പറന്നിറങ്ങി അവിടുന്ന് കാർ മാർഗം ആലുവയിലെത്തി തിരുവനന്തപുരത്തു നിന്നും പെട്ടെന്ന് ആശുപത്രിയിലുള്ള ഒരു പക്ഷേ ഗുരുതരാവസ്ഥയിലുള്ള ഭാര്യ പിതാവിനെ കാണാൻ മുഖ്യമന്ത്രി ഈ ഗതാഗത സംവിധാനം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് ന്യായമായി ചോദ്യം ചെയ്യേണ്ടതല്ലേ? അമ്മായിയപ്പനെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല. അതിന് അത്യാവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വന്നാൽ ആകാമോ എന്ന ചോദ്യം അല്ല ഇവിടെ ഉയരുന്നത്. ഈ ഹെലികോപ്റ്റർ തന്നെയാണ് വിഷയം. 2021 മുതൽ ഈ ഹെലികോപ്റ്റർ സജീവമാണ്. 23 മുതൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗത്തിലാണ്. അത് പലപ്പോഴും പല ദുരന്തങ്ങൾക്കും യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്റർ ഒരു അത്താണിയായതുമാണ്. കാരണം ഹൃദയം കൊണ്ടുപോവുക, അതുപോലെ മനുഷ്യ അവയവങ്ങൾ പെട്ടെന്ന് എത്തിക്കേണ്ടി വരിക, ബ്രെയിൻ ഡെഡായ പേഷ്യൻസിൽ നിന്നും അവയവങ്ങൾ എടുത്ത് പെട്ടെന്ന് എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ടച്ചുള്ള കാര്യങ്ങളാണ്. 7 അവസരത്തിലെങ്കിലും ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഹെലികോപ്റ്ററാണ്. ഇത് വാങ്ങിയത് തന്നെ പിണറായി സർക്കാർ വാങ്ങിയത് തന്നെ യഥാർത്ഥത്തിൽ ഈ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ആക്സസിബിൾ ആകാൻ വേണ്ടിയുള്ള ഒരു വാങ്ങലാണ്. വലിയ തുകയാണല്ലോ മുടക്കിയത്. 80 ലക്ഷം രൂപ ഒരു മാസം വാടക. ഈ വാടക എന്ന് പറയുമ്പോൾ അത് ഒരു വർഷം മിനിമം 8-10 കോടി രൂപയെങ്കിലും ആകുമല്ലോ. അത് 25 മണിക്കൂർ ഫ്ലൈയിങ് ടൈം ആണ് ഈ 80 ലക്ഷം രൂപയ്ക്ക് നടപ്പാകുക. അതിൽ കൂടുതൽ ഫ്ലൈ ചെയ്യണമെങ്കിൽ മണിക്കൂർ കണക്കിന് അഡീഷണൽ ചാർജ് ഉണ്ട്. ഈ 80 ലക്ഷം രൂപയിൽ പൈലറ്റിൻ്റെ ശമ്പളം, ഇന്ധനം, മെയിൻ്റനൻസ് ചെലവുകൾ എല്ലാം ഉൾപ്പെടും. പക്ഷേ അത് വലിയൊരു തുകയാണ്. അങ്ങനെ ചില വർഷങ്ങളിൽ 18 കോടി വരെ ചിലവായി, ചില വർഷങ്ങളിൽ 9 കോടി, അങ്ങനെ വിവിധങ്ങളായത്. അപ്പോൾ ഈ നാളിതുവരെ പിണറായി സർക്കാരിൻ്റെ ഇപ്പം ഈ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യേണ്ടത് വിമാന കമ്പനിയുമായി, ഹെലികോപ്റ്റർ കമ്പനിയുമായി ഉള്ള കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് ഈ അടുത്ത മാസമാണ്. സെപ്റ്റംബർ മാസം 18-ാം തീയതിയാണ്. അതുവരെ ഈ ഹെലികോപ്റ്റർ കേരള ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്, ഉപയോഗത്തിലാണ്. ഉപയോഗിക്കാം. വെറുതെ കിടന്നാലും വാടക കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വെറുതെ കിടന്ന ഹെലികോപ്റ്റർ നമ്മുടെ മുഖ്യമന്ത്രി ഈ പൊതു ആവശ്യത്തിനാകട്ടെ സ്വകാര്യ ആവശ്യത്തിനാകട്ടെ ഉപയോഗിച്ചു എന്നത് അത്ര വലിയൊരു പാപമാണോ? ഇതാണ് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം. പക്ഷേ ഇതേ വി ഡി സതീശനാണ് മുൻപ് ഈ ഹെലികോപ്റ്ററിനെതിരെ ചന്ദ്രഹാസം ഇളക്കിയത്. ശ്രീ പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ലേ, അത് സ്വകാര്യ കാര്യമല്ലേ? അതുപോലെ ഈ ഹെലികോപ്റ്റർ ഉണ്ടാക്കുന്ന ബാധ്യത എത്രത്തോളമാണ്, ആഡംബരമല്ലേ സംഭവിച്ചത്, അല്ലേ? ഇതെല്ലാം ചോദിച്ച അതേ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ താൻ മുഖ്യമന്ത്രിയായപ്പോൾ ആ വിമാനം അല്ലെങ്കിൽ ആ ഹെലികോപ്റ്റർ നോക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതങ്ങനെ കിടക്കട്ടെ, സിംബോളിക്കായിട്ടെങ്കിലും താൻ അത് ഉപയോഗിക്കുന്ന പ്രശ്നമില്ല. അത് മാത്രമല്ല, എറണാകുളം വരെ പോകാനാണ് എങ്കിൽ വന്ദേ ഭാരതിൽ രാവിലെ പോയി അതിൽ തന്നെ വരാം. കാറ് ഒരുപക്ഷെ കുറേ കൂടെ സമയമെടുക്കും, സർഫസ് ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റെയിൽ മാർഗം പോയി വരാവുന്ന ഒരു ദൂരമേ ഉള്ളൂ എറണാകുളം. മുഖ്യമന്ത്രിക്കാണെങ്കിൽ പോലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ഒരു ദുരിതം കൂടെ നോക്കൂ. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഉയർന്നു പൊങ്ങിയ ഹെലികോപ്റ്റർ
കൊച്ചിയിലിറങ്ങാൻ പറ്റാതെ തിരിച്ചു തിരുവനന്തപുരത്ത് എത്തേണ്ടി വന്നു. വീണ്ടും ഒരിക്കൽ കൂടി സഞ്ചരിച്ചു. ഇങ്ങനെ 3-3.5 മണിക്കൂർ സഞ്ചരിച്ച് തന്നെയാണ് വന്ദേ ഭാരത് എടുക്കുന്ന അത്രയും സമയം എടുത്തുകൊണ്ട് തന്നെയാണ് എറണാകുളത്ത് എത്തിയത്. അവിടുന്ന് കാർ മാർഗം പോകേണ്ടി വന്നു ആലുവായിക്ക് അമ്മായിയപ്പനെ കാണാൻ. ആയിക്കോട്ടെ, അത് സ്വകാര്യ സന്ദർശനമല്ലായിരുന്നു, ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദർശനമായിരുന്നു എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. പക്ഷെ എന്താണ് അത്യാവശ്യം? ആരെ കാണാനാണ് പോയത്? എന്ത് കാര്യം സൈൻ ചെയ്യാനാണ് എറണാകുളത്ത് പോകേണ്ടി വന്നത്? അപ്പോൾ അതിന് കാര്യമായി ഉത്തരവില്ല. മുഖ്യമന്ത്രിയുടെ 29-ാം തീയതിയിലെയും 30-ാം തീയതിയിലെയും പിന്നീട് ഓഗസ്റ്റ് 1, 2 തീയതികളിലെയും സഞ്ചാര ചാർട്ടുകൾ എല്ലാം റെഡിയാണ്. ഐറ്റിനറീസ് എല്ലാം, അദ്ദേഹം പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ എല്ലാം ഒഫീഷ്യലാണ്. സ്വകാര്യ സന്ദർശനം എന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ മൂവ്മെൻറ്റ്സ് എല്ലാം ട്രാക്ഡ് ആണ്. അതിലൊന്നും കാര്യമായ രഹസ്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ 31 മാത്രം, അത് മാത്രം ദുരൂഹമാണ്. അപ്പോൾ എന്തോ മറക്കേണ്ടതുണ്ട്. എന്തെങ്കിലും രഹസ്യ ഡീൽ ഒപ്പിടാൻ വേണ്ടി പോയെന്നൊരു ആരോപണമില്ല. മുൻപ് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായതാണ്. മെയ് മാസം 1-ാം തീയതി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് ഏതാനും ദിവസം മുൻപ് മംഗലാപുരം വരെ ഒരു സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ അദനി അറേഞ്ച് ചെയ്ത വിമാനത്തിൽ പോകുന്നത് എന്തിന്? പിന്നീട് അദ്ദേഹം ഏറെ പഴികേട്ടത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകൾ MSC കമ്പനിക്ക് ഷിപ്പിംഗ് റൈറ്റ്സ് അനുവദിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ VD സതീശൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ചില ചർച്ചകൾക്കാണ് പോയത് എന്ന് കുപ്രചരണമുണ്ടായി. അതിൻ്റെ നിജസ്ഥിതി ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുപ്രചരണം എന്ന രീതിയിൽ പറഞ്ഞത്. സ്ഥിരീകരിക്കാവുന്ന തെളിവുകളൊന്നുമില്ല. അദനിയുമായി എന്തെങ്കിലും ധാരണയ്ക്ക്, അദനിയുടെ ഏജൻസുമായി എന്തെങ്കിലും ധാരണയ്ക്ക് വേണ്ടിയാണ് ശ്രീ VD സതീശൻ മംഗലാപുരം സന്ദർശിച്ചത് എന്നറിയില്ല. മൂകാംബികയെ പോകാൻ മംഗലാപുരത്ത് എത്തേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞത്. പക്ഷേ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ പോയി എന്നാണ്. അത് എന്തിന്? സ്വകാര്യ വിമാനം. ഈ വിമാനമല്ല കേട്ടോ, ഈ ഹെലികോപ്റ്റർ അല്ല, മറ്റൊരു ഹെലികോപ്റ്റർ, സ്വകാര്യ ഹെലികോപ്റ്റർ. അതും ഈ കേരളത്തിൽ പലരും വിവാദ വ്യവസായി എന്നുകൂടി വിളിക്കുന്ന ഗൗതം അദനിയുടെ കമ്പനിയുടെ ചെലവിൽ എന്തിന് പോയി അല്ലെങ്കിൽ പോകേണ്ടി വന്നു ഒക്കെ ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യം. എൻ്റെ ചിന്ത ഇങ്ങനെയാണ് പോകുന്നത്: ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ സംസ്ഥാന ഖജനാവിന് അഡീഷണൽ ബർഡൻ ഉണ്ടായിട്ടില്ല. ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ യാത്ര ന്യായീകരിക്കുന്നത് ന്യായമോ? പെട്ടെന്നെടുത്തൊരു തീരുമാനമാവാം, എന്തായാലും ഹെലികോപ്റ്ററോടെ കിടക്കുകയാണ്, താനൊന്ന് പോയി വരട്ടെ, കൂടുതലായിട്ട് ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ശുദ്ധ വിചാരം ചെയ്യുന്ന ഒരാളാണോ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ്, നമ്മളെല്ലാം അറിയുന്നിടത്തോളം. അദ്ദേഹം തന്ത്രപരമായ നീക്കങ്ങൾക്ക്, മികവുള്ള നീക്കങ്ങൾക്ക് നല്ല ആളാണ്. PR വർക്ക് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള PR വർക്കുണ്ട്. ഇത് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്ന് അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി. അതോ അദ്ദേഹം ഒരു ജൂനിയർ പിണറായിയായി മാറുകയാണോ? ധാർഷ്ട്യമാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ നിനപ്പതെ മുടിപ്പവൻ, അങ്ങനെയാണോ ഞാൻ നിശ്ചയിക്കുന്നത് ചെയ്തിരിക്കും. ഇത് ഒരു ആദ്യ സൂചനകളിൽ ഒന്നാണ്. ഇനി മുഖ്യമന്ത്രിയായി ഏറെക്കാലം നിൽക്കാനുള്ളതാണ് ശ്രീ VD സതീശൻ. അവിടെ തലനാരിഴയ്ക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പരിശോധിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഈ കാര്യം പ്രേക്ഷകരുമായി സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മാത്രം ഇദ്ദേഹം ചെയ്തത് പൂർണ്ണമായി തെറ്റായി പോയി, വിമാനം ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്തയില്ല. പക്ഷേ മുൻകാലത്ത് താൻ തന്നെ നടത്തിയ പ്രസ്താവനകൾ ഒരു സൂചനയായിരുന്നുവെങ്കിൽ ഇത് തിരിച്ചടിക്കുമെന്നറിയാനുള്ള വിവേകമുണ്ടാകണമായിരുന്നു. ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തി എന്ന ആരോപണമല്ല, അഴിമതി നടത്തി എന്ന ആരോപണമല്ല, കെടുകാര്യസ്ഥത എന്ന ആരോപണമല്ല. ഏക പ്രശ്നം അനൗചിത്യം. ഇതാണ് പ്രധാനം. അനൗചിത്യം എന്താണ്? ദുരന്തമുഖത്ത് ഉപയോഗിക്കേണ്ട ഹെലികോപ്റ്റർ ദുരന്തമുഖത്തേക്കല്ല പോയത്. എത്ര നന്നായിരുന്നു! അദ്ദേഹം എറണാകുളം വരെ ഹെലികോപ്റ്റർ പോയി. ആയിക്കോട്ടെ, തിരിച്ചു വരുന്ന വഴി പത്തനംതിട്ട ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, ഇടുക്കി ജില്ലയുടെ ഭാഗത്ത് ആകാശ നിരീക്ഷണമെങ്കിലും നടത്തുകയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതല മന്ത്രിമാർക്ക്, റവന്യൂ മന്ത്രിക്ക് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം പോയത്. കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം നേരിട്ട് രംഗത്തുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ ജനങ്ങളോടൊപ്പമുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഞാൻ നിരന്തരം നിരീക്ഷണത്തിലാണ്. ഇതൊരു നല്ല ഒപ്റ്റിക്സ് ആകുമായിരുന്നു. അദ്ദേഹം വിമാനത്തിൽ വട്ടമിട്ട് പറഞ്ഞതുകൊണ്ടെന്നും വെള്ളക്കെട്ട് മാറില്ല എന്നും നമുക്കറിയാം. പക്ഷേ അതൊരു നല്ല സൂചനയായിരുന്നു. ആത്മവിശ്വാസം, ദുരന്ത നിവാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കുൾപ്പെടെ ആത്മവിശ്വാസം, മുഖ്യമന്ത്രിയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നത് തെളിയിക്കാമായിരുന്നു. പക്ഷേ ആ വിമാനം ആ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല. മറ്റൊരു കാര്യത്തിൽ ഇതേ സമയത്ത് ഉപയോഗപ്പെടുത്തി. ടൈമിംഗ് ആണ്. സാധാരണ ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചാൽ ആരും വിമർശിക്കില്ലായിരുന്നു എന്നുകൂടി ഓർക്കണം. ദുരന്തമുഖത്താണ് ഈ സംഭവം. രണ്ടാമത്തെ സംഭവം, ഒഴിവാക്കാനാവാത്ത സംഭവം. ഒരു മുഖ്യമന്ത്രിക്ക് ആഹാരം കഴിക്കണ്ടേ, യാത്ര ചെയ്യണ്ടേ? മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന് പല പരിപാടികളുണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികളുണ്ടായിരുന്നു. അതിനിടയ്ക്ക്
ഒരു UDF നേതാവിൻ്റെ ഭവനത്തിലെത്തി. അവിടുത്തെ രീതികൾ അറിയാമല്ലോ, പൊന്നാനിയിലാണ്. അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന്, മുസ്ലിം ഭവനമാണ്, എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ഈ ആഹാരം കഴിക്കുമ്പോൾ മുഖ്യമന്ത്രിയും അവരോടൊപ്പം ആഹാരം കഴിക്കാനിരുന്നു. അതിൻ്റെ ഫോട്ടോ ആരോ നല്ല ഉദ്ദേശത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുകയാണ്. ആ ചിത്രമാണ് ജീവിക്കുന്ന തെളിവായി മുഖ്യമന്ത്രി VD സതീശനെതിരെ പ്രവർത്തിച്ചത്. അപ്പോൾ എന്താണ്, റോമാനഗരം കത്തിയെരിയുമ്പോൾ നീറോയ്ക്ക് വീണ വായന എന്ന രീതിയിൽ പോയി വിമർശനങ്ങൾ. ദുരന്തം സംഭവിക്കുമ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണി കഴിക്കുകയാണോ മുഖ്യമന്ത്രിക്ക് ആഹാരം കഴിക്കണ്ടേ? ദുരന്തമാണ്, ശരിയാണ്, തീർച്ചയായും ഇതൊരു ചടങ്ങാണ്. മുൻകൂട്ടി അറിയിച്ചതനുസരിച്ച് ഏതെങ്കിലും ഇടത്ത് നിർത്തി ആഹാരം കഴിച്ച് അടുത്ത ഇടത്തേക്ക് പോയി. വളരെ കുറച്ച് സമയം മാത്രമാണ് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരിടത്ത് പോയി ആഹാരം കഴിച്ചു എന്നതുകൊണ്ട്, അവിടെ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ വിളമ്പിയിരുന്നു എന്നതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി ആരോപണ വിധേയനാവുന്നില്ല എന്നത് എൻ്റെ പക്ഷം. പ്രേക്ഷകർ പറയൂ, അതിൽ മുഖ്യമന്ത്രി വിമർശിക്കാനാകുമോ? വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഇതൊരു റോങ് ഒപ്റ്റിക്സ് ആകുമെന്ന് അറിയാനുള്ള ഔചിത്യം ഇതെടുത്ത് പോസ്റ്റ് ചെയ്തവർക്ക് ഉണ്ടാകാമായിരുന്നു. അത് പലരും പറഞ്ഞു, അവിടെ കൂടിയിരുന്ന പലരും പറഞ്ഞു, എടാ മോനെ എന്തൊരു വിഡിതമാണ്, ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവനവന് നേട്ടമുണ്ടായില്ല, എല്ലാവർക്കും ആവശ്യമില്ലാത്തൊരു വിമർശനം വിളിച്ചു വരുത്തുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് ഇത്രയും സംസാരിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാം. മൂന്നാമത്തെ കാര്യം, തികച്ചും ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ജ്വല്ലറി ഉദ്ഘാടനം. സംസ്ഥാനം വിറങ്ങലിച്ചു നിൽക്കുകയാണ് മഴക്കെടുതികളിൽ. അപ്പോഴാണ് സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം. ഇത് മുഖ്യമന്ത്രി ചെയ്തില്ലെങ്കിലും ഏതെങ്കിലും ഒരു സിനിമാ താരമോ മറ്റാർക്കും ചെയ്യാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഓണേഴ്സിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവിടെ പ്രയോറിറ്റി നിശ്ചയിക്കാമായിരുന്നു. അവിടെ യാത്ര ഒന്നും ഹെലികോപ്റ്ററൊന്നും ദുരുപയോഗപ്പെടുത്തിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇവിടെ ചില കാര്യങ്ങളിൽ ചിലത് നമ്മൾ ചെയ്യാൻ പാടില്ല. ആഹാരം കഴിക്കാം, യാത്ര ചെയ്യാം, പക്ഷെ സ്വർണ്ണക്കട തെറ്റൊന്നുമല്ല, അത് മാഫിയ സ്ഥാപനമൊന്നുമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ സമയം എന്തായിരുന്നു ആ സമയത്ത് ചെയ്യേണ്ടിയിരുന്നത്? പത്രക്കാരോട് സംസാരിക്കണമായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ. പിണറായി വിജയനേക്കാൾ എത്രയോ ഭംഗിയായി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന, മാധ്യമങ്ങളെ ചോദ്യങ്ങളെ പോരട്ടെ ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലെന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രി, ഗിഫ്റ്റ് ദ ഗ്യാബ് ഉള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ദുരന്തം സംഭവിച്ചപ്പോൾ മൗനിയായി പോയി? മാധ്യമങ്ങളെ കാണാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതൊരു വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ തുടർ ഭരണവുമായി എത്തിയതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ നൽകിയ ഒരു വീരപരിവേഷമാണ്. ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി, ഇങ്ങനെയാ വിളിപ്പേര് വന്നത്. രണ്ട് ചങ്ക്. ദുരന്തം സംഭവിക്കുമ്പോൾ താനുണ്ട് മുന്നിൽ. അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ താനാണ് മുന്നിൽ എന്ന് പറയാനുള്ള മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം, ആ തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. എത്രത്തോളം ബാധ്യതയാണ് ആ ഹെലികോപ്റ്റർ കാലങ്ങളായി വരുത്തി വെച്ചത്? 47, ഞാൻ റെഫർ ചെയ്തു, മനസ്സിലാക്കുന്നത് 47 കോടി രൂപയാണ് ചെലവ് സർക്കാരിന്. ഒരു ഹെലികോപ്റ്റർ വാങ്ങി മുറ്റത്തിട്ടിരുന്നെങ്കിൽ 40 കോടിക്ക് കിട്ടുമായിരുന്ന ഹെലികോപ്റ്ററാണ് 3 വർഷം ഉപയോഗിച്ചപ്പോൾ 47 കോടി രൂപയുടെ ബാധ്യത നികുതിദായകനുണ്ടായത്, സംസ്ഥാന ഖജനാവിനുണ്ടായിരുന്നത്. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണെന്നൊക്കെ പറയുമ്പോൾ ആ പൂച്ച എടുത്ത് മാറ്റി എവിടെ പണം കൊണ്ട് നിറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്ന ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി, ഇനിയെങ്ങാനും ഈ വിമാനം, ഈ ഹെലികോപ്റ്റർ കരാർ കാലാവധി കഴിയുന്ന സെപ്റ്റംബർ 18-ാം തീയതിക്ക് ശേഷം ഈ കരാർ പുതുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇപ്പോഴൊക്കെ ഈ കരാർ കാലാവധിയാണ്, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പണം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഉപയോഗിച്ചു എന്ന ന്യായവും VD സതീശന് പറയാം. പക്ഷേ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ചാടുന്ന മുഖ്യമന്ത്രി, ഒഴിവാക്കാമായിരുന്ന വിവാദങ്ങളാണ്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാവുന്നതായിരുന്നു. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യം ഒരു സാങ്കേതിക വിഷയമാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിനും സ്വല്പം ഇക്കണോമിക് ഓവർച്യൂഴ്സ് ഉണ്ട്. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ വിഷയമാണ്. രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ, അത് മാത്രമല്ല ധനം സംസ്ഥാന സർക്കാരിന് നേട്ടമുണ്ടാക്കുന്ന, വരവുണ്ടാകുന്ന, അല്ലെങ്കിൽ നഷ്ടമുണ്ടാകാതിരിക്കുന്ന ഒരു ഡീൽ എന്ന നിലയിൽ വിഴിഞ്ഞം ദീർഘകാലമാണ്. അത് ബാധ്യതയാകുമോ നേട്ടമാകുമോ എന്നത് മറ്റൊരു കാര്യം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം നിർത്തിയാൽ VD സതീശൻ്റെ ചില നിർണായകമായ നീക്കങ്ങളും
തീരുമാനങ്ങളും ചെറിയ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ പഴത്തൊലിയിൽ തന്നെ വീണു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ആകുന്നു സതീശൻ്റെ നീക്കങ്ങൾ. ചുവടുകൾ സൂക്ഷിച്ച് വയ്ക്കാനുള്ള സമയമാണ് എന്ന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫണ്ടമെന്റൽ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ പ്രതിപക്ഷം ഇതുപോലെയുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്നതിനുള്ള ഒരു വിശ്വാസക്കുറവ് പ്രകടിപ്പിച്ചുകൊണ്ടും അവസാനിപ്പിക്കട്ടെ. ഒരു വാൽക്കഷ്ണം കൂടി. പുരക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന ചില മാന്യന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു മാന്യത കോഴഞ്ചേരി പട്ടണത്തിൽ കണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയോ ഭേദമായിരുന്നു. ദുരന്തത്തിൽ ഇവിടെ പട്ടിണി കിടക്കാൻ ആളുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആഹാരം കിട്ടാനില്ല. ഒരു മുത്തച്ഛിയുടെ, ഒരു അമ്മൂമ്മയുടെ, ഒരു വല്യമ്മച്ചിയുടെ പരിവേദനമാണ് ഇത്. പിന്നീട് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു ഇതൊരു ഇടതുപക്ഷ ലോക്കൽ നേതാവ് ആ അമ്മച്ചിയോട് പറഞ്ഞതനുസരിച്ച് അമ്മച്ചി അറിവില്ലാതെ പറഞ്ഞു പോയതാണ്. അതും അമ്മച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു. ഇവിടെ ആരെയാണ് കുറ്റപ്പെടുത്തുക? ഇവിടെ ദുരന്ത നിവാരണം ഭംഗിയായി നടക്കണം. അതിനിടയിലും ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയനായിരുന്നെങ്കിൽ മെച്ചമായിരുന്നു. ഇവിടെ വി ഡി സതീശനായപ്പോൾ ഇവിടെ എല്ലാം പാളി. അപ്പോൾ വസ്തുതാപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ വിമർശനങ്ങൾ തന്നെയാണ്. ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ യുവതലമുറയുടെ ഉൾപ്പെടെ പ്രിയപ്പെട്ട ഫുക്കി മുഖ്യമന്ത്രി കൂടുതൽ പഴത്തൊലികളിൽ തന്നെ താഴെ വീഴാതിരിക്കട്ടെ, സുഗമമായി ഭരണയന്ത്രം ചലിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.